നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യ ഫെലോ ട്രാവലറിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണ് പൊന്നുരന്തിയിലാണ്. അപ്പോൾ ഞാനൊരു ഹെൽമെറ്റ് വെച്ചതിൻ്റെ കാരണം വണ്ടിയിലാണ് കേട്ടോ. വെങ്കടേഷിൻ്റെ കൂടെ, വെങ്കടേഷിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ വെങ്കടേഷിന് ഞാനും ഒരു സോളോ ട്രിപ്പിലുള്ള പ്ലാനിലാണ്. വാൻ ലൈഫ് അല്ല കേട്ടോ, അതായത് നമ്മുടെ ബൊലേറോയിലല്ല ഞാൻ പോകുന്നത് ഇപ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുന്നത് മോട്ടോ ബ്ലോഗ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 വീലറിലാണ് ഞാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ കുറച്ച് റൈഡിങ് ഗിയേഴ്സ് മേടിക്കാൻ ഉള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ആയിട്ടാണ് ഇറങ്ങിയത്. ആദ്യമായിട്ട് ഞാൻ റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ നമ്മുടെ ബ്രോ ശ്രീകുമാർ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു കുറച്ച് റൈഡിങ് ഗിയേഴ്സ് മേടിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ഇപ്പോൾ ലോക്കൽ ആണ് അടിക്കാൻ പോണത്, കേരളയിൽ അടിക്കാൻ പോണത്. വെച്ചാൽ റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് പുതിയൊരു അനുഭവം. അപ്പോൾ റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ടാണ്. അപ്പോൾ കുറച്ചധികം പർച്ചേസ് ഉണ്ട്. അതെ. അപ്പോൾ എനിക്കൊന്ന് ജാക്കറ്റ്സ് ഒന്ന് ട്രൈ ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, നമുക്കത് BBG ട്രൈ ചെയ്യാം. BBG ഞാൻ കേട്ടിട്ടുള്ള ബ്രാൻഡ് അതാണ്. അതെ, എനിക്ക് സൈസ് മതിയാവും. അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്പ്ലോറർ ഉണ്ട്, ലഡാക്ക് ഉണ്ട്, വോയേജർ ഉണ്ട്. ഈ 3 മോഡൽസാണ് ഇപ്പോൾ കറന്റ് നമുക്ക് പുതിയ സ്റ്റോക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഇട്ട് നോക്കാമല്ലോ അല്ലേ? ഗണേഷ എങ്ങനെയുണ്ടെന്ന് നോക്കിയടാ. ലൂസാണോ? ലൂസല്ല, പക്ഷെ കുറച്ച് ഭയങ്കര വണ്ണം പോലെ തോന്നണല്ലേ? പിന്നെ വയറുള്ളതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട് എന്നാലും. പക്ഷെ എനിക്കിത് മൂഡ് സാധനം പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്, അല്ലേ? ഇല്ലല്ലേ ചേട്ടാ, അതിൻ്റെ എല്ലൊന്ന് കാണിക്കാം. എല്ലുണ്ടോ? ഗണേഷ ഇതെങ്ങനെയുണ്ട്? ഇത് കുറച്ച് കുഴപ്പമില്ലല്ലേ? ശരിയാണ്, ഒരു ബോഡി ഫിറ്റ് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ എന്താ വെച്ചാൽ ഇത് ഉണ്ടാ, ഇത് ഭയങ്കര ലൂസാണിത്. ഇതേ അതിൻ്റെ പക്കയായിരുന്നു. പക്ഷെ ഈ ഒരു ഫിറ്റ്നസ് അതിനകത്ത് കിട്ടുള്ളായിരുന്നു അല്ലേ? നമുക്ക് വേറെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വേറെ കമ്പനിയുടെ ഉണ്ട്, കുറേയധികം പ്രൊഡക്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇഷ്ടംമാതിരി പ്രൊഡക്റ്റ്. ഇത്രയും ദിവസം ഞാൻ താടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണ് ഞാൻ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത്. ഏകദേശം എങ്ങനെയുണ്ട്? കൊള്ളാമോ? ബോറാണോ? പുളിയാണോ? അപ്പോൾ ഇവിടെ മാസ്ക് വെച്ചേക്കാം. ഇത് ഇവിടെ വന്നിട്ടാ ഏകദേശം ഇത് കണ്ടോ? ഓക്കെ, നമ്മുടെ ഡ്രീം ലൊക്കേഷനൊക്കെയാണിത്. മണാലി നമ്മൾ പോയിട്ടുണ്ടല്ലേ? സോലങ്ക്, ചന്ദ്രതാൽ. വേണ്ട കാണിക്കണ്ട, ഇപ്പം തിരിച്ച് ഇത് കണ്ടിട്ടില്ലേ? ഇപ്പം തന്നെ പോകണമെന്നാണ്. ഈ ജാക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ? മൂട് സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളാണ്ടാ. ഞാൻ ഈ പറഞ്ഞ മണാലിയിലും പിന്നെ അത്യാവശ്യം എവിടെ ആകെ മണാലി മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ഷിംലയിലും പോയിട്ടുണ്ട്. ഡൽഹി ഫോർട്ട് അതൊന്നും കണ്ടിട്ടില്ല. എന്നാലും കേട്ടെ, ആണോ? മേടിച്ചാലാ? ആൾക്കാർക്ക് നിനക്ക് വണ്ണം വെച്ചെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിലും ആൾക്കാർ മനസ്സിൽ വിചാരിക്കട്ടെ അല്ലേ? കൊള്ളടാ ഏകദേശ മേടിച്ചാ? അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഹെൽമെറ്റ്സിൻ്റെയൊക്കെ ഇഷ്ടംമാതിരി എല്ലാത്തരം ബ്രാൻഡുകളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രാൻഡുകളോ അല്ലെങ്കിൽ അതേപോലത്തെ ഹെൽമെറ്റ് വേണമെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. നല്ല കൊള്ളാമല്ലോടാ. എന്നിട്ട് ടയേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ടയേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വണ്ടി ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ വന്നത് വെങ്കടേഷിൻ്റെ നമ്മുടെ സുസുക്കിയുടെ ആക്സിസ് അല്ലടാ, സുസുക്കി ആക്സിസിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തെടുക്കണം. ഗോപ്രോടെ വീച്ച് ഒരെണ്ണം അല്ലേ 2 മേടിക്കണം? നിനക്ക് വേണ്ടേ? ഇപ്പോൾ മേടിക്കണ്ട. ഇപ്പോൾ നമുക്ക് ജാക്കറ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ 2-3 ജാക്കറ്റ് ഞാൻ ഇട്ട് നോക്കിയിട്ടോ. പക്ഷെ അത് ഒരു മനസ്സിലൊരു തൃപ്തി വരണ്ടേ? നമ്മൾ ബ്ലോഗ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ മനസ്സിലൊരു തൃപ്തി വരണം. പിന്നെ നമ്മുടെ റൈനോക്സ് സ്മോളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്ന് കാരണം എന്താണെന്ന് അറിയാം കേട്ടോ. നമ്മുടെ ഒട്ടനവധി ബ്ലോഗേഴ്സ് ഉണ്ട്.
ചേട്ടൻ കേൾക്കുന്നുണ്ടോ? അയ്യോ എന്നോടാണോ? ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഞാൻ കുറേ അധികം ബ്ലോഗേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ബ്രാൻഡ് എന്ന് റെനോക്സ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കുള്ളൊരു മനസ്സിൽ പക്ഷേ എല്ലാവരും ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും നമ്മുടെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ചേട്ടൻ നമുക്കൊരു ബ്രാൻഡ് നോക്കുന്നുണ്ട്, നോക്കാം. ഇവിടെയുള്ള എല്ലാ ജാക്കറ്റ്സും നമ്മൾ ട്രൈ ചെയ്തിട്ടാ. അപ്പോൾ ഇനി ഒരു ജാക്കറ്റും കൂടി, ഇപ്പോൾ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ജാക്കറ്റാണ് കേട്ടോ. ഏതാണ്? RDX RDX. അപ്പോൾ ഈ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ചേട്ടൻ വേണ്ടി പോയേക്കാണ്. നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കണത് ബൂട്ടാണ് കേട്ടോ. അത് നമുക്ക് ഇത് 41 ആണോ? ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് പ്രയാസമാണ് ഇത് ഇടാനൊക്കെ. അല്ല, കുറച്ച് ടൈറ്റ് നിൽക്കണ്ടേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആണോ? ഭയങ്കര വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല. നമുക്ക് നമ്മൾ ഇതിട്ടിട്ട് ശീലമില്ലാത്തതുകൊണ്ട്. ബ്രാൻഡ് ഏതാണ്? ഇത് ഒറാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ കാറ് കയറി ഇറങ്ങിയാൽ പോലും ബ്രോ അറിയില്ല, കാരണം മെറ്റലാണ്. ബൂട്ട് സെലക്ട് ചെയ്തിട്ടാ. ഒറാസോ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. ഒറാസോ വെള്ളം വീണ ഞാൻ സീനാണത്. ഒറാസോ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. 2006 മുതൽ റൈഡിങ് ബൂട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വാല്യൂ ഫോർ മണിയാണ് അവരുടെ ഒരു ബൂട്ടിന്റെ പ്രത്യേകത. വാട്ടർ പ്രൂഫ് ബൂട്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആ മെഷീനകത്തൂടെ വെള്ളം കയറിയാൽ മാത്രമേ കയറുള്ളൂ. അതിന് താഴെ വരെ നമുക്ക് ആ ലെതർ, ഞാൻ പേഴ്സണലി അത് ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളത്തിനകത്ത് നടന്ന് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. വെള്ളം കയറില്ല. ബട്ട് വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ, പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മെഷീനകത്തോടെ വെള്ളം കയറും. പിന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ട്രെക്കോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കാം. റൈഡ് പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. ആ ഒരു ബൂട്ടിൻ്റെ ഹെവിനെസ് നമുക്ക് അത്രത്തോളം എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നൈസൊരു പ്രോഡക്റ്റാണ്. 3800 വാല്യൂ ഫോർ മണി പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ 3800 നമ്മൾ എന്താ പറഞ്ഞു? 3500 അല്ലേ, വേറെ എന്താ പറഞ്ഞു? അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ അല്ലല്ല ബ്രൈറ്റ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടോ. പുള്ളി ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഒറാസോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാനിത് ഫേസ്ബുക്കിലും കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലേ, ഫേസ്ബുക്കിൽ ഇതിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ ഇരിക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാനത് എടുത്തു. 3500 അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 3800 ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു അല്ലേ 3500 കിട്ടുമെന്ന് തോന്നണം. നമുക്ക് നോക്കാം. നമ്മൾ ഹെൽമെറ്റ് സെലക്ട് ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം ഏത് ബ്രാൻഡ് എടുക്കും. എൻ്റെ ഫേവറേറ്റ് SMK ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഇനി ബ്ലൂ ആണ് എനിക്ക് ഫേവറേറ്റ് കളർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഡുവൽ വൈസർ അല്ല, സഞ്ചിയാണ് കേട്ടോ. സഞ്ചി കട്ട് ചെയ്ത് വെച്ച് തന്നേക്കണേ കേട്ടോ, നൈസായിട്ട്. ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി വെറൈറ്റി ഉള്ളതുകൊണ്ട് ഇത് എടുക്കണമെന്നാണ്. പിന്നെ നമ്മുടെ ഫേസിന് നമ്മുടെ തലയുടെ ഉള്ളിലോട്ട് കയറണ്ടേ, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടൊരു സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഏത് എടുക്കണമെന്ന്. അത്രയും കളേഴ്സ് ഉണ്ട്, അത്രയും വെറൈറ്റി ഉണ്ട്. അല്ലേ, ഈ രണ്ട് ഫീച്ചറേ ഉള്ളൂ. ഡുവൽ വൈസറും ഉണ്ട്, ആന്റി ഫോഗും ഉണ്ട്. ഡബിൾ ഡി റിംഗ് മിസ്സിംഗ് ആണ്. ശരിക്കും ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഡബിൾ ഡി റിംഗ് ആണ്. ഇതാണ് ഒരു വീഴ്ചയിൽ ഇൻ കേസ് ക്വിക്ക് റിലീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒന്ന് തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടു. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ക്വിക്ക് റിലീസ് എന്നാണ് അതിൻ്റെ പേര്. അതേസമയം ഡബിൾ ഡി റിംഗ് ആകുമ്പോൾ നമ്മളൊരു വട്ടം അത് ഇട്ട് കഴിഞ്ഞാൽ ബട്ടൺ പോലും ചെയ്തില്ലെങ്കിൽ പോലും അതിനൊരു പ്രൊട്ടക്ഷൻ. നമുക്കത് നോർമലി അത് അവിടെ നിന്ന് അനങ്ങത്തില്ല. മിററിൽ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്? അടിപൊളി.
അടിപൊളി. എനിക്ക് ഏകദേശം സംഭവം എല്ലാം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ പാൻറ്റാക്കുകയാണ്. എന്തെങ്കിലും ചേഞ്ചസ് ആണെങ്കിൽ വീണ്ടും മാറ്റുന്നതാണ്. ജാക്കറ്റ് മേടിച്ചു, ബൂട്ട് മേടിച്ചു, പിന്നെ എന്താണ് മേടിച്ചത്, ഗ്ലൗസ് മേടിച്ചു. അപ്പോൾ പിന്നെ ഹെൽമെറ്റ് നമ്മുടെ തല സംരക്ഷിക്കാൻ വേണ്ടി ഹെൽമെറ്റും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അത്യാവശ്യം ഒരു റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡിസ്കൗണ്ട് തരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത പർച്ചേസിന് കണ്ടിന്യൂസ് ഡിസ്കൗണ്ട് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒറ്റയടിക്ക് ചെയ്യില്ലല്ലേ. അപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. ഇന്ത്യൻ ഫെല്ലോ ട്രാവലർ. അതെ. അപ്പോൾ പുള്ളീനെ കൂടെ ഞങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ, ഇന്ത്യൻ ഫെല്ലോ ട്രാവലർ എന്ന് പറഞ്ഞാൽ മതി. പുള്ളി അത്യാവശ്യം ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാ. എത്രയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ കാർഡ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നിട്ടുണ്ടോ നമ്മുടെ റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ബുള്ളറ്റ്? എങ്ങനെയുണ്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട്, ജാക്കറ്റൊക്കെ ഇട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പിനുള്ളൊരു പുറപ്പാടിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ജാക്കറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ മുന്നോടിയായിട്ടൊരു ചെറിയൊരു ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ജാക്കറ്റും ബൂട്ടും ഇട്ടിട്ട് നമ്മൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് നമ്മുടെ ബുള്ളറ്റിൽ ചെറിയൊരു യാത്ര പോയത്. അപ്പോൾ യാത്ര എന്ന് പറയാനില്ല, നമ്മുടെ എറണാകുളം സിറ്റിയിൽ മാത്രം വണ്ടി ഓടിച്ചുള്ളൂ. അപ്പോൾ ഇത് ഈ റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട് ഞാൻ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയതാണ്. അപ്പോൾ റൈഡിങ് ഗിയേഴ്സ് നമ്മൾ മേടിച്ചത് എവിടെ നിന്നാണ്? റോഡ് മങ്കി എന്നാണ് നമ്മൾ കോസ്റ്റ്യൂം എടുത്തിട്ട് പിന്നെ റൈഡ് പോയത്. അപ്പോൾ ഓൾ കേരളയാണ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോണത്. അത് നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് ശീലമില്ല. കുഴപ്പമില്ല, കുറച്ചും കൂടി പ്രാക്ടീസ് ആകണം വണ്ടി ഓടിച്ചാൽ. ബൂട്ടൊക്കെ ഇട്ട് ഗിയറും ക്ലച്ച് വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ബുള്ളറ്റിലല്ല കേട്ടോ, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബുള്ളറ്റാണ്. വെറുതെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതിലാണ് കേട്ടോ, നമ്മുടെ പഴയ FC-ൽ 10 വർഷം മുമ്പ് മേടിച്ച ബൈക്കാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ ബുള്ളറ്റ് ബൈക്കിന്. നമ്മുടെ ബൈക്കിന് ഒരു 40,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഓൾ കേരള അടിക്കാൻ പോണത് ഇതിലാണ്. ഓൾ കേരള എന്ന് വെച്ചാൽ ഞങ്ങളൊരു 6 സ്റ്റേറ്റാണ്, 6-7 സ്റ്റേറ്റാണ് പോകുന്നത് നമ്മൾ. അത് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാൻ കാരണമുണ്ടോ? അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഞാൻ ഒരു ഓൾ കേരള ട്രിപ്പ് അടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ, അതായത് നമ്മൾ അടുത്ത ട്രിപ്പ് പോകാൻ പോകുന്ന വീഡിയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. ടിൽ ദെൻ ബൈ ബൈ. അപ്പോൾ ഈ ബുള്ളറ്റ് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വന്നത് ജിനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ്. ജിനുവിനൊരു യൂട്യൂബ് ചാനലുണ്ട്, തകർപ്പൻ ഫാമിലി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ലഡാക്കാ പോകാൻ ഭയങ്കര മൂഡിലേക്ക് ഒന്ന് കയറുന്ന കണ്ടോളൂ കേട്ടോ. കുറച്ച് രസകരമായ കുറച്ച് വീഡിയോസാണ്, ഫാമിലിയാണ്. അപ്പോൾ Thank you.